ഈ ഒരു ലയൺസ് ഗേറ്റ് പോർട്ടൽ സംബന്ധിച്ചിട്ട് ഒരു 12-ാം തീയതി വരെ ഈ മാസം ലയൺസ് ഗേറ്റ് പോർട്ടലാണ് കേട്ടോ. അപ്പോൾ ലയൺസ് ഗേറ്റ് പോർട്ടൽ അനുബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യൂവറിൻ്റെയും ലൈഫിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും എനർജി ഇവിടെ വരുന്നുണ്ട്, കാണുന്ന ഒരുപാട് പേരുടെ എനർജി വരുന്നുണ്ട്. അപ്പോൾ ആരെല്ലാമായിട്ട് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവാത്ത ആൾക്കാർ അത്യാവശ്യമെന്ന് കണ്ടാൽ ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവറിൻ്റെ ലവ് ലൈഫിൽ എന്താണ് ഈ ഒരു 2-3 ദിവസം 12-ാം തീയതി വരെയുള്ള ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു 9-ാം തീയതി തൊട്ട് 12-ാം തീയതി ഓഗസ്റ്റ് വരെയുള്ള ദിവസങ്ങളിൽ എൻ്റെ വ്യൂവറിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇവിടെ 8 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, ഞാനൊന്ന് ക്ലാരിഫിക്കേഷൻ കൂടെ എടുത്ത് നോക്കട്ടെ കേട്ടോ. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കട്ടെ. ഇതിപ്പോൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, അങ്ങനെ റിലേഷൻഷിപ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും നിങ്ങളുമായിട്ടും എന്താണ് സംഭവിക്കുക എന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ റെസനേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. റെസനേറ്റ് ആയോ ഇല്ലയോ എന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻസിൽ ക്ലെയിം ചെയ്യുക. ഐ ക്ലെയിം ദിസ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ജെൻഡർ ഡസൻറ്റ് മാറ്റർ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ആ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു മാരീഡ് മെറ്റീരിയൽ കാണുന്നുണ്ട്. അതായത് ലൈഫിൽ അത്യാവശ്യം ചില ആൾക്കാരാണെങ്കിൽ ഗ്രൗണ്ടഡ് ആയിരിക്കാം, അത്യാവശ്യം സെറ്റിൽഡ് ആയ ആൾക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് കരുതുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ടാവും ആ വ്യക്തിയെ പറ്റി, ആ വ്യക്തിയായിട്ട് ഒന്നിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവണം. ഓക്കെ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ എനിക്കൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. മിക്കവർക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നു. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോണ്ടാക്റ്റിലില്ലാത്ത ഒരവസ്ഥ. ഓക്കെ, ഒരവസ്ഥ കാണുന്നുണ്ട്. അതിലുള്ള ഒരു വിഷമം എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, വിഷമിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ആരോ ഒരാൾ. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്, ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ തമ്മിൽ മാത്രമുള്ള വഴക്കല്ല, മറ്റേതൊക്കെയോ വ്യക്തികൾ ആ വഴക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റാരൊക്കെയോ കാരണവും കൂടെ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണെന്നാണ് എനിക്ക് കാണുന്നത്. അത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തി മനഃപൂർവ്വം വരുത്തി വെച്ച വിനയാണത്. സ്വന്തമായിട്ട് കുഴിച്ച കുഴിയിൽ സ്വന്തമായിട്ട് ചെന്ന് ചാടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങളുടെ വ്യക്തി കുഴിച്ച കുഴിയിൽ അവർ വീണു എന്ന് പറയുന്നതാണ് ശരി. ആരെയൊക്കെയോ വ്യക്തികളെ അവർ തന്നെ ഇൻവോൾവ് ആക്കി, നിങ്ങളും ഇൻവോൾവ് ആക്കി കാണണം. എങ്കിൽ പോലും ആരൊക്കെയോ വ്യക്തികളെ അവർ തന്നെ ഇൻവോൾവ് ആക്കിയിട്ട് അവർ തന്നെ കുഴിച്ചൊരു കുഴി. ഭയങ്കര ഒരു എന്താ പറയുക, ഇൻറ്റൻസ് എനർജിയാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് റെസനേറ്റ് ആയാൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആണ്. നിങ്ങൾ വളരെയധികം, എൻ്റെ വ്യൂവേഴ്സ് ഇവിടെ ഉള്ളവർ വളരെയധികം സ്പിരിച്വൽ ആണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്,
എന്താണോ നിങ്ങൾക്ക് ദൈവം, ആ ശക്തി എന്താണോ നിങ്ങൾക്ക് തരുന്നത് അത് തരട്ടെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. എങ്കിലും ഈ വ്യക്തി ഡെവിൾ എനർജിയിൽ ഇരിക്കുന്ന ആളാണ് കേട്ടോ. ഡെവിൾ എനർജിയിലാണ് ആളിരിക്കുന്നത്. അതായത് ആള് വളരെയധികം നെഗറ്റീവ് തോട്ട്സ് ഉള്ള വ്യക്തിയാണ് കേട്ടോ. വളരെയധികം നെഗറ്റീവ് തോട്ട്സ് ഉള്ള വ്യക്തിയാണ്. ഇവൻതോ ഒരു പുതിയ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ ആള് വളരെയധികം നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരാളാണ് കേട്ടോ. ഇവിടെ ആരാണ് ഡെവിൾ എനർജിയിൽ ഇരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവിടെ ആള് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഫിസിക്കലി ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നിങ്ങളൊരു മാനസിക അകൽച്ചയിലൊക്കെ ഉണ്ടാവാം. ഓക്കെ, ആള് വർക്കിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. സാമ്പത്തികമായിട്ടൊക്കെ എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കാം. ആ വ്യക്തി വർക്കിൽ വളരെ എന്താ പറയുക കോൺസെൻട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ടും കൂടെയും ആ വ്യക്തിയാണ് ഡെവിൾ എനർജിയിൽ ഇരിക്കുന്നത്. പക്ഷെ ആ വ്യക്തി ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർക്ക് പല ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ, ചില ആൾക്കാർക്ക് ജോലിയിൽ അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. പലരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരാളുടെ എനർജി മാത്രം വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ചില ആൾക്കാർ പിരിഞ്ഞു പോയി ഇനി വരില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്നവരുണ്ട്. ചില ആൾക്കാർ മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ട്, ഇമോഷൻസ് വെച്ചിട്ട്, ഇല്ലെങ്കിൽ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് എനർജിയിൽ ഇരിക്കുന്നവരുണ്ട്. ഇതിലാരൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിൻ ആണ്, നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഇതിൽ ആരൊക്കെയോ കേട്ടോ. തേർഡ് പാർട്ടി ഉണ്ടായിട്ട് ഇട്ടിട്ട് പോകേണ്ടി വന്നൊരവസ്ഥ, ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികളെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ജോലിയോ പൈസയോ എന്ത് സിറ്റുവേഷനും ആകാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടു പോകേണ്ടി വന്നൊരവസ്ഥ, ഇല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളിൽ നിന്ന് അകൽന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. പക്ഷെ ഒരു പുതിയ ബിഗിനിങ്ങും കാണുന്നുണ്ട് കേട്ടോ. മിക്കവർക്കും ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലയൺസ്ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. ചില വ്യക്തികൾക്കെങ്കിലും ഒരു പുതിയ ബിഗിനിങ് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. മിക്കവർക്കും അത് സംഭവിക്കുക സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. വളരെയധികം ദൈവഭയവും ദൈവഭക്തിയും ഒക്കെ ആയിട്ട് ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തി, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു പുതിയ തുടക്കം കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, ആരുടെയെങ്കിലും പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ വന്ന് അറിയിക്കുക, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. നിങ്ങൾ കമൻസിൽ അത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് എഴുതി കാണിക്കുകയാണ്, യൂണിവേഴ്സിനെ എഴുതി അറിയിക്കുകയാണ്. അങ്ങനെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ പേഴ്സൺ എന്ന് ക്ലെയിം ചെയ്യരുത്. ഐ ഓൾറെഡി ഗോട്ട് മൈ പേഴ്സൺ ഇസ് വിത്ത് മീ, താങ്ക് യു യൂണിവേഴ്സ്, ഇങ്ങനെ വേണം ക്ലെയിം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലെയിം ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഇമോഷൻസ് ഓപ്പൺ ആയിട്ട് കാണിക്കുന്ന ഒരു വ്യക്തി അല്ല. നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്ന ആൾ എങ്ങനെ പോയാലും മനസ്സിലുള്ള സ്നേഹം അല്ലെങ്കിൽ മനസ്സിലുള്ളത് എന്താണെങ്കിലും അത് തുറന്നു കാണിക്കുന്ന ഒരാളല്ല. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാനസികമായിട്ട് അല്പമെങ്കിലും അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊരു സ്വന്തമായിട്ട് വിളിച്ചു വരുത്തിയ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികൾ തന്നെ ആവണമെന്നില്ല, ജോലിക്കാര്യമോ ഇല്ലെങ്കിൽ മറ്റെന്തും ആവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ജോലിയോ പൈസയോ എന്തും ആവാം. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നതുകൊണ്ട് ആൾക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ ആൾ തന്നെ വരുത്തി വെച്ചതാണ്. നിങ്ങളുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു വിഷമം, പക്ഷെ ആൾക്കത് ഓർത്ത് വിഷമമുണ്ട് കേട്ടോ. ആൾക്കതോർത്ത് നല്ല വിഷമമുണ്ട്. ആ വിഷമം ഉള്ളത് കൊണ്ടായിരിക്കണം ആൾക്ക് ഇങ്ങനെ ഒരു റിയലൈസേഷൻ വരുന്നത്. ഏഞ്ചൽസ് ഇവിടെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കേട്ടോ. പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ. ഏഞ്ചൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം ഇതിനുള്ളിൽ കേട്ടോ. അതങ്ങനെയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ആർക്കൊക്കെ റെസനേറ്റ് ആയി തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക, ഈ എനർജി ക്ലെയിം ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ഒരു എനർജി ഇൻറ്റൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം.
നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഏഞ്ചൽസിന് പറയാനുള്ളത്? എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് ഏഞ്ചൽസിന് പറയാനുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് ടോക്സിക് ആണെന്ന് ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ചില ആൾക്കാർക്കെങ്കിലും ടോക്സിസിറ്റി കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. റിലേഷൻഷിപ്പ് അങ്ങനെ ടോക്സിക് ആണെന്ന് ഫീൽ ചെയ്താൽ നിങ്ങളോടത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതിനൊരു എൻഡിങ് വരണം എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടണം, അതിൽ തന്നെ പെട്ടുപോകരുത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ ഓഫർ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്നായിരിക്കാം ഒരു പുതിയ ഓഫർ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കാം, ചിലപ്പോൾ ആ വരുന്ന ഓഫർ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻഷ്യസ് ആയിരിക്കും, എന്താവും ഇങ്ങനെ ഒരു ആൻഷൈറ്റി ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഏഞ്ചൽസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഉണ്ടാവാൻ പോകുന്നു കേട്ടോ. കാണാമോ? നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടാവാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ എന്താവും എന്ന് നോക്കണ്ട. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ജോലിക്ക് പോകാനായിട്ടാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫുമായിട്ട് ഫോക്കസ് ചെയ്യുക. എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് ഇസ് ദ ബെസ്റ്റ്. സെൽഫ് ലവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഒന്നും നല്ലത് വരില്ല. സെൽഫ് ലവ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ നമുക്കൊരു വാല്യൂ കൊടുക്കണം. നമ്മളെ ആർക്കും സ്നേഹിക്കാനായിട്ട് കൊള്ളില്ല, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ലൈഫിൽ പോസിറ്റീവ് വരില്ല. വന്നാലും എന്താ പറയുക, ചങ്കരൻ തെങ്ങിൽ കയറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തിരിച്ചു പോവും. അത് ബൗൺസ് ബാക്ക് ആവും. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, സെൽഫ് ലവ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് സെൽഫ് ലവ്. ഒരാളുടെയും പുറകെ, ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെയും പുറകെ പോവണ്ട. അവരിങ്ങോട്ട് വരട്ടെ. അവരുടെ കർമ്മം അവർ ഫേസ് ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് വരും. നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ഫോർഗിവ്നെസ് ആണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. ഒരുപാട് നീഡി എനർജിയിൽ ഇരിക്കല്ല. നീഡി എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ വരില്ല. ഓക്കെ, വരാതിരിക്കുന്നവരാണെങ്കിൽ അവർ വരില്ല, ഉള്ളവരാണെങ്കിൽ അവരുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ഡിസ്റ്റൻ്റ് ആയിട്ട് പോവുക ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേഷ്യൻ്റ് ആവണം. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പഠിക്കുമ്പോഴേ നിങ്ങളിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സും ഈ മെസ്സേജസ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു ക്ലെയിം ചെയ്യാം. തീർച്ചയായിട്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മിക്കവാറും ദിവസങ്ങളിൽ ഡെയിലി റീഡിങ്സും തരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ടതിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ആണെങ്കിൽ അവർക്ക് റെസനേറ്റ് ആവുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.